ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇവിടെ പൂവാറായിട്ട് ബോട്ടിങ് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. യെസ്, ബോട്ട് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇങ്ങനെ നമ്മുടെ ബോട്ടൊക്കെ റെഡിയായി, നമ്മളെല്ലാവരും ബോട്ടിൽ കയറിയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേണി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജേണിയിൽ നമുക്ക് ഇവിടേക്ക് ഇത്രയും പേർക്കും കൂടെ നമുക്ക് ഒരുമിച്ച് എടുത്തപ്പോൾ നമുക്ക് വെറും 800 രൂപയാണ് ആയിട്ടുള്ളത്. ചില സമയത്ത് എത്തുമ്പോൾ നിങ്ങൾ സീസണൽ ടൈം ആണെങ്കിൽ കുറച്ച് റേറ്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. സോ അതൊന്ന് നോക്കുക. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഞാൻ ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ചുള്ള ജേണിയാണ്. ഞാനിത് കുറച്ച് സ്പീഡിലാണ് എല്ലാം കാണിക്കുന്നത്, കാരണം ആർക്കും ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് പോകുന്ന വഴി തന്നെ ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ പറ്റിയ. പൊഴി മുറിക്കുന്ന ഒരു പ്ലേസ് ഇവിടെയുണ്ട്, അതിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവർ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ആനപ്പാറ എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് പ്ലേസിൽ ഇങ്ങനെ ആനയുടെ ഒരു ഷേപ്പിലുള്ള ഒരു പ്ലേസ് വെച്ചേക്കും. ഓക്കെ, ഈ കാണുന്ന പ്ലേസ് ആണത്. ഓക്കെ, അതിനുശേഷം നമ്മളിങ്ങനെ കുറച്ച് മൂവായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് മൊത്തം കുറേ നമ്മളിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന വേറെ രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള കുറച്ച് വീട് പോലത്തെ സംഭവം സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ സൈഡിൽ കൂടെ ബോട്ടുകൾ ഇതാ പോകുന്നുണ്ട്. ഞാനും നമ്മുടെ ബോട്ടിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതാ ഇവിടെ നമുക്കൊരു ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിക്കുക, ഇറക്കാറില്ല എല്ലാ ഇതും. ഓക്കെ, ഇത് ഒരു കുരിശടി പോലത്തെ ഒരു പ്ലേസ് ആണ് സ്പോട്ട്. ഈ സ്പോട്ടും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നമ്മളെ പോകുന്ന യാത്രാ മധ്യേ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നമ്മൾ കുമാർ ഐലൻഡിൽ വന്നിട്ട് ബോട്ടിങ്ങിന് നമ്മളിനിയാണ് മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. കുറേ ബോട്ടിങ്സ് കണ്ട് നമ്മൾ കുറച്ച് 2 പ്ലേസിലേക്ക് വന്നു. ഇടയ്ക്കൂടെ ഇപ്പോൾ അതുവഴി പോകുമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് കുറച്ച് രണ്ട് പാർട്ടുകളാണ് കണ്ടോ, ക്യാമ്പാണ്. പിന്നെ അതിനുശേഷം എന്താ നമ്മളിനി അടുത്ത് ഐ തിങ്ക് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് കടക്കാൻ വേണ്ടി പോകുന്നത്. പണ്ട് ഒരു 5 years മുന്നേ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്നതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഇതാ പോകാൻ വേണ്ടി പോകുന്നത്. സൂപ്പർ അടിപൊളി പ്ലേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് ആ പ്ലേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാംഗ്രൂവ്സിൻ്റെ ആ ഒരു ഫോറസ്റ്റ് പോലത്തെ റീജിയൻ. ഓക്കെ, ഇവിടെ നിന്ന് പൊളിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കുറേ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ഐലൻഡൊക്കെ കാണാൻ പറ്റി. ഒരു സൈഡിൽ ഐലൻഡിലേക്ക് ഇടയ്ക്കൂടെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ നല്ല സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ജീവജാലങ്ങളൊക്കെ കാണാൻ പറ്റും. കുറച്ച് പലതരത്തിലുള്ള വെറൈറ്റി പക്ഷികളും. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇവിടെ സൈഡിലാണ് ഗോഗോ ലാൻഡ്, ആ സൈഡ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഭംഗിയുണ്ടെന്ന് കൊള്ളാമെന്നൊക്കെ നോക്കി വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ലൈവ് ഓൺ ദ വേ ആയിരുന്നു. പിന്നെ എന്താ ഇവിടെ നമുക്ക് നല്ല കാഴ്ചകളുള്ളത് മാക്സിമം ഞാൻ തന്നെ ശബ്ദത്തിലൊക്കെ പറയാം, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. ഓക്കെ, കുറച്ച് പാലങ്ങളൊക്കെ മുറിച്ച് കടന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല സെറ്റായിട്ടാണ് മൂവിങ്. അല്പം ഒന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയതാണ്. ഞാൻ മാക്സിമം വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു, ലൈവ്. പിന്നെ കുറച്ച് ചുറ്റുപാടൊക്കെ നോക്കി നല്ല രസമായിരുന്നു. ഫാമിലിയോടെ ഒത്തിരി കൂടെ ഒരുമിച്ച് പോയപ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നിന്നൊരു മാങ്ങ പപ്പ വാങ്ങാൻ വേണ്ടി പോകുന്നു. ഗ്യാസ് മാങ്ങ വാങ്ങാൻ അതൊരു മാങ്ങ അടിക്കും. എത്ര? 80. ഇപ്പോൾ കുറച്ച് വെട്ടമൊക്കെ വന്നിട്ടുണ്ട്, കളറായിട്ടുണ്ട്. യെസ്, മൂവിങ്. എൻ്റെ അനിയത്തി ഭയങ്കര വീഡിയോസൊക്കെ എടുത്ത് സ്നാപ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നാപ്പ് ചെയ്തില്ല. സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ ആ സമയത്തേക്കാണ് കുറച്ചിത് കഴിക്കാൻ കിട്ടുക. കാണുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. കണ്ണുള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി. കണ്ണൂർ കാട്ടിലൂടെ ഒത്തിരി ആൾക്കാർ മൂവ് ആവുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നപ്പം സൈഡിലോട്ട് നല്ല രസമാണ്. സൈഡിലോട്ടും എന്താ വേറൊരു ഭംഗിയാണ്. ഫ്രണ്ട്സ് ഉണ്ട് ആ സൈഡിലൊക്കെ ഉണ്ട്, വേറെ വൈബുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ ഓരോ സമയം ഇതൊക്കെ ഇത് വേറെ കണ്ടൽ മരം. അത് കണ്ടൽ മരം അല്ല, അതും കണ്ടലല്ല ഫ്രണ്ട്സ്. കണ്ടൽ മരം ഒന്നും കാണാനില്ല. എൻ്റെ സൈഡിൽ അവിടെ ശകലമുണ്ട്.
കൊണ്ടാകും. അപ്പോൾ എല്ലാവരും കിട്ടും. ഫ്രണ്ട്സ് വണ്ടി കടന്നു അടുത്ത് വേറെ ഏതോ സ്ഥലത്തൂടെ എവിടെ എത്തിയിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു സംവെയർ. മാള് എന്ന് വിളിക്കാം. മാള് എന്ന് വിളിച്ച് മാളിനെ വിളിച്ച്. ഫ്രണ്ട്സ് വി ആർ ഗോയിങ് ടു സംവെയർ പ്ലീസ്. അവിടെ നമ്മൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് ഓൺ ദ വേ. ഒരു പാലം കഴിയാൻ പോകുന്നു. ഒരു പാലം, ആ പാലത്തിനടിയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു പാലം കഴിഞ്ഞ് യെസ്. ഇപ്പോൾ ലൊക്കേഷൻ ട്രിവാൻഡ്രത്ത് പൂവാർ ഐലൻഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവിൻ്റെ കാര്യമാണ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു ബോട്ട് വരുന്നു. നമുക്ക് റോഡ് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡ് ആ സൈഡിൽ റോഡുണ്ട്. കണ്ടാകുമ്പോൾ മോളിക്കൂടെ റോഡ് പോകണുണ്ടോ? അല്ല റോഡ് തന്നെ അത് മോളിക്കൂടെ ഫ്രണ്ട്സ്. ഒരു വളവാണ്. വളവിൽ വണ്ടികൾ വന്ന് വളഞ്ഞ് പോകാൻ പോകുന്നു. വണ്ടി ഒതുക്കുന്നുണ്ടോ? ഇപ്പം തട്ടില്ല എന്നാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഇതെല്ലാം കടന്നുകൊണ്ട് വെളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. എൻ്റെ അമ്മ എപ്പോഴും എല്ലായിടത്തും പോകുമ്പോൾ പേടിച്ചൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അമ്മ ബോട്ടിങ് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അമ്മ ബോട്ടിങ്ങിന് വന്നിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് ദിവ്യമായി ചെയ്യില്ല. നമ്മളങ്ങനെ പൂവാറ് പോണ പാലത്തെത്തിട്ടുള്ള നല്ല ഓളമുണ്ട്. നമ്മൾ കുലുങ്ങുന്നുണ്ട്, നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. കുലുക്കുമ്പോൾ നമ്മളെ ഒന്ന് കാണിച്ചു തരാം. റീലി കുലുക്കുന്നത് സൂപ്പറാണ്. നല്ല രസമാണ്. ഇപ്പോൾ നല്ല കുറച്ച് വെയിലൊക്കെ മാറി. നേരത്തെ ക്ലൈമറ്റിന് കുറച്ച് വേറെ ക്ലൈമറ്റ് ആക്കിയിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ നേരത്തെ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. പാലത്തിൻ്റെ അടിയിലൂടെ ഇറ്റ്സ് ഗോയിങ്. അതിനുശേഷം നമ്മൾ വേറെ ഏതോ സൗണ്ട് അവൾ കേട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളടുത്ത് വേറൊരു പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അടുത്ത് ഇത് കണ്ടൽ കാണാമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നതായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു പ്ലേസിലേക്ക് ഇവിടെ നിന്ന് മൂവ് ആവുകയാണ്. ഓൺ ദ വേ ബോട്ടുകളെല്ലാം മൂവ് ആവുന്നു. ഇവിടെ ആകും കണ്ടൽ കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് സമയം എന്തെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളന്ന് ഫ്രണ്ട്സിനോട് പോയപ്പോൾ ഇത്രയും ടൈം ഇല്ലായിരുന്നു തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കൊണ്ടിറക്കി നിർത്തിയിട്ട് പോയി. പക്ഷേ ഇത് അല്പം കൂടെ വെറുത്താണ് തോന്നുന്നത്. അത് നമുക്ക് ഈ ഒരു പൈസ ആവുകയും ചെയ്തു. പക്ഷേ അത്രയൊന്നും കൊണ്ട് കാണിച്ചു നോക്കും. ഇതാണ് കണ്ടൽ. അല്ല ഇതുമല്ല. ഓക്കെ ഫ്രണ്ട്സ്, അടി സൈഡ് കണ്ടോ? സൈഡ് സൂപ്പറിലുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറേ നല്ല കാഴ്ചകളാണ്. അവിടെ ഫ്രണ്ട് മാത്രം നോക്കാൻ സൈഡിലോട്ടുണ്ട്. അത് ഫാനാണ്. നമ്മൾ ഞാൻ വെക്കുന്ന ചെടിയുണ്ട്. പാട്ട് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ചെടി ഇരിപ്പുണ്ട്. ഓക്കെ, കുറേ വാട്ടർ ഫാനാണ് എൻ്റെ പേര്. അവിടെ ഇപ്പോൾ ബ്ലോക്ക് ആവും വണ്ടി ഇടിച്ചിടിച്ച് 2 വണ്ടി ഇടിച്ചിടിച്ച് നമുക്ക് വണ്ടികൾ തമ്മിൽ പേടിച്ചു. ഫ്രണ്ട്സ്, വണ്ടികൾ തമ്മിൽ ഇടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ സീനാവുകയാണ്. വണ്ടികൾ തമ്മിൽ ഇടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ഫ്രണ്ട്സ്, അങ്ങനെ വലിയ ഫോട്ടോസ് ഇതാണ് കണ്ടൽ കാണും. നമുക്ക് എന്തിരിക്കുന്ന ചെടിയാ വലുതായതാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് കാന്നിട്ട് വെച്ചതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ കണ്ടൽ കാണുന്ന ചെടി എൻ്റെ കയ്യിൽ വിൽക്കാനുണ്ട്. അപ്പോൾ കണ്ടൽ മരം എൻ്റെ കയ്യിൽ വിൽക്കാനുണ്ട്. അപ്പോൾ താല്പര്യം നോക്കും. അടിപൊളിയുണ്ട് ഇതിൽ കാണാൻ. ഒപ്പം സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നിന്ന് വ്യൂ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ അത് സൂപ്പറല്ലേ കാണാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കാഴ്ചകൾ കാണാൻ അത്രയും പൊളിയായിരുന്നു. സൂപ്പർ. നമ്മളിപ്പം കണ്ടൽ കാണുന്ന കാഴ്ചകൾ അവിസ്മരണീയമായി തുടരുന്നു. ഫ്രണ്ട്സ്, കണ്ടൽ ചെടികളെല്ലാം വളർന്നാനെന്നാണ് തോന്നുന്നത്. പണ്ട് കുറച്ചുകൂടെ താന്നിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം കുറച്ച് കൂടി കിടക്കണം. ആ വെള്ളം കുറച്ചുകൂടെ കുറവായിരുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. ഇപ്പം പൊടി മുറിയുന്ന സമയത്ത് ഇത്രയും ഒരു ഭംഗിയാണ്. നമുക്ക് തോന്നുന്നത് ബോട്ടുകൾ കണ്ടൽ പോകുന്നു. ഇവിടെ കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ട്. നേരത്തെ അത്രയും വീഡിയോ എടുത്ത് ചാർജ് കളയേണ്ടായിരുന്നു. ഇനിയായിരുന്നു മെയിൻ ആവശ്യമാണെന്ന് തോന്നുന്നു. അതിൽ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ നല്ല കാഴ്ചകളുണ്ട്. നോക്കി കഴിഞ്ഞാൽ നമ്മൾ കണ്ടൽ
ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ് ഞാൻ, കാരണം എനിക്കിന് കുറച്ച് വീഡിയോസും കൂടെ എടുക്കണം. സോ അതുകൊണ്ട് ഇവിടെ വെച്ച് ഏകദേശം ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകദേശം സ്റ്റോപ്പ് ആവാം. കാരണം എന്താ ഇവിടെ നിന്ന് ഈ ഒരു പ്ലേസിൽ നിന്ന് ഞാൻ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലേസ് അവിടെ നമ്മൾ നടന്നു പറഞ്ഞില്ല, നമ്മൾ കാർ കൊണ്ടിട്ടാണ് ആ ഒരു സ്ഥലമായിട്ട് വരും അത് ഏകദേശം. അപ്പോൾ ഇവിടെ നമ്മുടെ ജേണി സ്റ്റോപ്പ് ആവാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ്? പോത്ത്. എങ്ങനെയുണ്ട് യാത്ര? യാത്ര എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നല്ലോ യാത്ര. ഓക്കെ, അമ്മ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ കാണിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.